സങ്കീർത്തനങ്ങളുടെ പുസ്തകം 84-ാം അധ്യായം അതിന്റെ 11-ാം തിരുലിഖിതം. ഈ 11-ാം തിരുലിഖിതത്തിന്റെ ആദ്യ ഭാഗത്ത് വചനം പറയുകയാണ്, ദൈവമായ കർത്താവ് സൂര്യനും പരിചയമാണ്. എന്താ അല്ലെ, ഒരു വ്യത്യസ്തമായിട്ടുള്ള വചനം പോലെ നമുക്ക് തോന്നാം. കാരണം സങ്കീർത്തനം പറയാണ്, ദൈവം സൂര്യനാണ്, ദൈവം ഒരു പരിചയമാണ്. ഈ വചനം നമ്മൾ വായിക്കുമ്പോൾ ഇതിനകത്ത് നമുക്കൊരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു വ്യത്യസ്തത തോന്നുമായിരിക്കാം. പക്ഷേ ഒരു കാര്യം നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സങ്കീർത്തകൻ ആഴമായിട്ടുള്ള ഒരു ആത്മീയതയിൽ നിന്നാണ് ഈ വചനം ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. വളരെ ആഴമായിട്ടുള്ള ഒരു ആത്മീയത ഇതിൽ കാണാനായിട്ട് സാധിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ സങ്കീർത്തകൻ ദൈവത്തെ എല്ലാമായിട്ട് കാണുകയാണ്. ദൈവം സൂര്യനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ദൈവം എല്ലാമാണ്. ദൈവമില്ലെങ്കിൽ ഈ ഭൂമിയില്ല. ഒരുപക്ഷെ സങ്കീർത്തകനോട് തന്നെ പറയുന്ന കാര്യം ഇതാണ്, ദൈവം ഇല്ലെങ്കിൽ ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കില്ല. അത്രമാത്രം വലിയൊരു പ്രാധാന്യമാണ് ഈ സങ്കീർത്തകൻ ദൈവത്തിന് കൊടുക്കുന്നത്. സൂര്യനില്ലെങ്കിൽ ഭൂമിയിൽ ജീവൻ നിലനിൽക്കില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. ദൈവത്തെ സൂര്യനോട് ഉപമിക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ശാസ്ത്രീയമായിട്ട് നോക്കുകയാണെങ്കിൽ സൂര്യനില്ലെങ്കിൽ ഭൂമിയിൽ ജീവൻ നിലനിൽക്കില്ല. സൂര്യനാണ് ഭൂമിയിലെ ജീവന്റെ പ്രധാന ഊർജ സ്രോതസ്. സൂര്യനാണ് ഭൂമിക്ക് ആവശ്യമായ ചൂട് നൽകുന്നത്. അതുകൊണ്ടാണ് വെള്ളം ദ്രാവക രൂപത്തിൽ നിലനിൽക്കുന്നതും ജീവൻ സാധ്യമാകുന്നതും. സൂര്യനില്ലെങ്കിൽ ഭൂമി പൂർണ്ണമായിട്ടും ഇരുട്ടിലാവും. മഴ, കാലാവസ്ഥ, ജലചക്രം എല്ലാം സൂര്യനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അപ്പോ ഈ സങ്കീർത്തകന്റെ ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് ഇത്രമാത്രം ആഴമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുന്ന ഒരു പ്രാർത്ഥനയാണ്. സങ്കീർത്തകൻ ഇങ്ങനെയാണ് പറയുന്നത്, സൂര്യനില്ലെങ്കിൽ ഭൂമിയിൽ ജീവൻ നിലനിൽക്കില്ല എന്നതുപോലെയാണ് ദൈവം ഇല്ലെങ്കിൽ ഈ ഭൂമിയിലെ ദൈവമക്കൾ നിലനിൽക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് 10%, 30%, 50% അല്ലെങ്കിൽ 90% അല്ല പ്രാധാന്യം കൊടുക്കുന്നത്. ദൈവത്തിന് 100% പ്രാധാന്യം കൊടുക്കുകയാണ്. മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ദൈവം മാത്രമാണ്. നമ്മുടെ കഴിവ് കൊണ്ടോ സമ്പത്ത് കൊണ്ടോ ബുദ്ധി കൊണ്ടോ അല്ല നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. ഈ ഭൂമിയിൽ നമ്മൾ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാനുള്ള ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് ദൈവമാണ്. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കുറേയൊക്കെ നമ്മുടെ കഴിവിലും നമ്മുടെ ആരോഗ്യത്തിലും നമ്മുടെ ബുദ്ധിയിലും നമ്മുടെ സമ്പത്തിലൊക്കെ നമ്മൾ ആശ്രയിക്കുകയാണ്. എന്നിട്ട് നമുക്ക് തോന്നുന്ന ചില സമയങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കും. ചിലപ്പോൾ നമ്മൾ സഹനങ്ങൾ വരുമ്പോൾ ദൈവത്തിലേക്ക് അടുക്കുന്നു. പക്ഷേ എല്ലാം സന്തോഷകരമായിട്ടാണ് പോകുന്നതെങ്കിൽ ദൈവത്തോട് വലിയ അടുപ്പമൊന്നും ഉണ്ടാകുകയില്ല. ദൈവത്തിന് മുന്നിൽ ഇങ്ങനെയുള്ള ഒരു മനോഭാവമല്ല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകേണ്ടത്. കാരണം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും ഇങ്ങനെ നിലനിൽക്കുന്നതിന്റെ കാരണം ദൈവമാണ്. ഈ ഒരു പ്രാധാന്യം നമ്മൾ ദൈവത്തിന് കൊടുത്തു കഴിഞ്ഞാൽ അത് മതി കർത്താവിന്റെ സംരക്ഷണം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാനായിട്ട്. എങ്ങനെയാണ് നമുക്ക് കർത്താവിന്റെ അനുഗ്രഹവും പരിചരണം കിട്ടുന്നതെന്ന് അറിയാമോ? സൂര്യൻ എങ്ങനെയാണോ ഈ ഭൂമിയിലുള്ള സകല ജീവജാലങ്ങൾക്കും ഊർജവും കരുത്തും പകരുന്നത്, അതുപോലെ കർത്താവ് നമ്മുടെ ജീവിതങ്ങൾക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകൾക്കും ഊർജവും കരുത്തും സംരക്ഷണവും നൽകും. പ്രിയപ്പെട്ടവരെ, ഇതുപോലെയുള്ള ഒരു ദൈവകൃപയിൽ കർത്താവിന്റെ സംരക്ഷണത്തെ ജീവിക്കാനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഒരു ആശീർവാദം സ്വീകരിക്കാം.